ശിവന്റെ കുറുമ്പിപ്പെണ്ണ്. രചന ശിവനന്ദ ലച്ചു. ഇല്ലത്ത് ചെറുപ്പം മുതലേ കളിച്ചു വളർന്നാണ് ശിവയും മീരയും. പിന്നീട് വലുതായപ്പോൾ ആ ബന്ധം വളർന്നു. കളിക്കൂട്ടുകാരിൽ നിന്ന് ഇരുവരുടെയും ബന്ധം പ്രണയത്തിലേക്ക് ചേക്കേറി. ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം ഇരുവരും മനസ്സുകൊണ്ട് ഒന്നായി. ശിവയുടെ മീരയായും മീരയുടെ ശിവയായും ഇരുവരായി ഇല്ലത്ത് നിറഞ്ഞു നിന്നു. മുതിർന്നവർക്ക് ഇരുവരും ഒന്നിച്ചുണ്ടാണോ എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അവരുടെ ഒരു ഇഷ്ടത്തിന് ആരും തടസ്സമില്ല. ശിവയും മീരയും ഒന്നിച്ചുള്ള നിമിഷങ്ങളിലെല്ലാം മുതിർന്നവരവരെ കളിയാക്കും. നാണത്തോടെ പെണ്ണ് ശിവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിക്കും. ശിവയുടെ ഒരേ ഒരു പെങ്ങളാണ് ശിവാനി. രുദ്രൻ എന്ന പയ്യനുമായി അവൾ പ്രണയത്തിലായി. രുദ്രൻ എന്നാൽ ശിവാനിക്ക് ഭ്രാന്താണ്. രുദ്രൻ സാമ്പത്തികം കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും ഇല്ലത്തെ വീട്ടുകാരെക്കാൾ ഒരുപാട് താഴെയാണ്. കൂലിവേല ചെയ്ത് വീട്ടുജോലി നോക്കുന്നവൻ. രുദ്രനും ശിവയും ചെറുപ്പം മുതലേ ഒന്നിച്ച് പഠിച്ചവരാണ്. പക്ഷേ പ്ലസ് 2 കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്കായിരുന്നു. ശിവന്റെയും മീരയുടെയും പ്രണയം നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടുമായിരുന്നുവെങ്കിൽ രുദ്രന്റെയും രുദ്രന്റെയും പ്രണയം അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മുന്നേറി. രുദ്രൻ വന്ന് ശിവാനിയെ ആവശ്യപ്പെട്ടുവെങ്കിലും ഇല്ലത്തുകാർ പലതും പറഞ്ഞ് രുദ്രനെ നാണം കെടുത്തി വിട്ടു. ശിവാനിയുടെ ഉള്ളിൽ രുദ്രന്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്നറിഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ശിവാനിയെ തള്ളിയൊരു പരുവമാക്കി. രുദ്രനെ അല്ലാതെ മറ്റാരെയും താൻ വിവാഹം കഴിക്കില്ലെന്നവൾ ഉറച്ചു നിന്നപ്പോൾ മറ്റൊന്നും ആലോചിക്കാൻ മുതിർന്നവർക്കായില്ല. പിന്നീട് രുദ്രന്റെ വീട്ടിൽ പോയി ശിവാനിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമ്മതമാണെന്ന് രുദ്രൻ പറഞ്ഞെങ്കിലും മറ്റൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചു. ചൊവ്വാദോഷകാരിയായ തന്റെ അനുജതി രുദ്രാക്ഷയെ ശിവ വിവാഹം കഴിക്കണമെന്ന്. ആർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് ശിവയ്ക്ക്. എന്നാൽ ശിവാനിയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുമ്പിൽ എല്ലാവർക്കും മുട്ടുമടക്കേണ്ടി വന്നു. ശിവയ്ക്കും സമ്മതം മൂളേണ്ടി വന്നു. എന്നാൽ ഉരുകിത്തീരുന്ന ഒരു പെണ്ണിനെ ശിവക്ക് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. മീരയും കൊണ്ട് ശിവക്ക് അവിടെ നിന്ന് ഓടിപ്പോവാൻ തോന്നി. എന്നാൽ ആ പെണ്ണ് അതിന് സമ്മതിക്കാതെ ചിരിയോടെ കല്യാണം നടക്കണമെന്ന് അവൾ ശിവയോട് പറഞ്ഞു. മനസ്സിൽ ഒരുപാട് സങ്കടം വെച്ചുകൊണ്ട്. കല്യാണത്തിന്റെ ദിവസം അടുത്തു വരുന്നുണ്ട്. കൂടെ ശിവന്റെയും മീരയുടെയും മനസ്സിൽ കൂടുതൽ വേദനയും. കല്യാണം കാണാൻ കഴിയില്ലെന്നുള്ളതിനാൽ മീര എക്സാം ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് അവൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. മനസ്സിൽ ഒരുപാട് മുറിവോടെ ശിവക്കരികിൽ നിന്നും മീര സ്വയം ഒഴിഞ്ഞു മാറി. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ശിവാനിയുടെ കഴുത്തിൽ രുദ്രനും രുദ്രാക്ഷയുടെ കഴുത്തിൽ ശിവയും താലി ചാർത്തി. രുദ്രാക്ഷയുടെ നിറയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ ശിവയുടെ കൈകൾ വിറച്ചു. അവന് സ്വയം പുച്ഛവും ദേഷ്യവും തോന്നി. രുദ്രാക്ഷയോടും രുദ്രനോടും സ്വന്തം കൂടപ്പിറപ്പായ ശിവാനിയോട് പോലും ശിവക്ക് ദേഷ്യം തോന്നി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ശിവ മുറിയിലിരിക്കുമ്പോഴാണ് സെറ്റ് സാരിയെല്ലാം മുടുത്ത് കയ്യിൽ പാലുമായി രുദ്രാക്ഷ അകത്തേക്ക് വന്നത്. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ശിവ തിരിഞ്ഞിടന്നു. രാവിലെ ഉറക്കണീറ്റ് നോക്കിയപ്പോൾ അവളെ കണ്ടില്ലായിരുന്നു. ഫ്രഷായി വന്നപ്പോൾ ചായയുമായി നിൽക്കുന്ന അവളെ ശിവ ശ്രദ്ധിക്കാതെ പോവാൻ നോക്കിയെങ്കിലും രുദ്രാക്ഷ അവന്റെ മുന്നിൽ കയറി നിന്നു. അവൾ പറഞ്ഞ കാര്യം ശരിക്കും അവനെ അമ്പരപ്പിച്ചിരുന്നു. താൻ ഈ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും ശിവേട്ടൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ബന്ധം പിരിയാൻ തയ്യാറാണെന്നും ഒരു ചിരിയോടെ അവൾ അവന് മുമ്പിൽ പറഞ്ഞു. ഒപ്പം ശിവയോടൊരു ചോദ്യവും. മീരേച്ചി ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ ശിവേട്ടനെന്നും താൻ ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തിന് തടസ്സമാവില്ല എന്ന്. രുദ്രാക്ഷയുടെ ഓരോ വാക്ക് അവൻ കേൾക്കുമ്പോഴും അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. രുദ്രാക്ഷയോട് 1000 തവണ നന്ദി അവൻ അറിയിച്ചു. ഒരു നല്ല സുഹൃത്തിനപ്പുറം ഇരുവരുടെയും ബന്ധം വളരാൻ അവർ അനുവദിച്ചിരുന്നില്ല. രുദ്രാക്ഷയുടെ ആവശ്യങ്ങൾ ഒരു നല്ല കൂട്ടുകാരന്റെ സ്ഥാനത്ത് നിന്നും ശിവ ചെയ്തു പോന്നു. അതിനിടയിൽ ആരും അറിയാതെ ബന്ധം പിരിയാനുള്ള കാര്യങ്ങളും ഇരുവരും ചെയ്തിരുന്നു. 1 വർഷത്തിന് ശേഷം മീര ഇല്ലത്തേക്ക് തിരിച്ചു വരുന്നെന്ന വാർത്തയറിഞ്ഞ് ശിവ ഒരുപാട് സന്തോഷിച്ചു. കൂടെ രുദ്രാക്ഷയും. ഒപ്പം മറ്റൊരു വാർത്തയും ശിവക്ക് സന്തോഷം നൽകി. രുദ്രാക്ഷയുമായുള്ള വിവാഹമോചനം നടന്നിരിക്കുന്നുവെന്ന്. രുദ്രാക്ഷ ഒരു ആവശ്യം ശിവയ്ക്കും മീരയ്ക്കും മുമ്പിൽ നിർത്തി. താൻ ഇവിടുന്ന് പോയതിനു ശേഷം മാത്രം ഇവിടെയുള്ളവർ ഈ വിവാഹമോചനത്തിന്റെ കാര്യം അറിഞ്ഞാൽ മതിയെന്നു. രുദ്രാക്ഷയുടെ ആവശ്യം ഇരുവരും ചിരിയോടെ സമ്മതം മൂളി. ശിവ കഴുത്തിൽ ചാർത്തിയ താലി രുദ്രാക്ഷ ഒരു ചിരിയോടെ ഊരി ശിവയുടെ കയ്യിലേൽപ്പിച്ചു. പ്രണയിക്കുന്നവരെന്ന് ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരു ചിരിയോടെ രുദ്രാക്ഷ ഇരുവരോടും പറഞ്ഞു. രണ്ടുപേർക്കും ഒരു നല്ല ചിരി സമ്മാനിച്ചുകൊണ്ട് രുദ്രാക്ഷ ശിവയുടെ ജീവിതത്തിൽ നിന്ന് ആ മുറിയിൽ നിന്നും പടിയിറങ്ങി. തന്റെ പ്രണയിനിയെ തിരിച്ചു കിട്ടിയതിൽ ശിവയുടെ മിഴികൾ നിറഞ്ഞു. മീരയുടെയും. ശിവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മുറുകെ കെട്ടിപ്പിടിച്ചു. നെറുകയിൽ അവന്റെ ചുടുചുംബനം പതിച്ചു. വിട്ടുമാറാനാവാതെ ഇരുവരും ഘാട്ടമായി പുണർന്നു. എന്നാൽ തന്റെ മംഗല്യം നഷ്ടമായതോർത്തുകൊണ്ട് ഒരു പാവം പെണ്ണ് കണ്ണീരോടെയാണ് ഇറങ്ങിപ്പോയതെന്ന് ആരും അറിഞ്ഞില്ല. ശിവയോടുള്ള പ്രണയം മനസ്സിന്റെ ഒരു കോണിൽ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ടവൾ ചിരിയോടെ ജീവിതം ഒരു മുഴം തൂക്കുകറിൽ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് സുഖനിദ്ര പുൽകുന്ന ശിവയോ മീരയോ അറിഞ്ഞില്ല. രുദ്രാക്ഷയുടെ തല കുരിക്കിനുള്ളിലിട്ടതും സ്വപ്നത്തിൽ നിന്ന് അവൾ ചാടി എണീറ്റു. വിയർപ്പ് തുള്ളികൾ അവളുടെ ദേഹമാസകൾ നനച്ചു. ദേഷ്യത്തോടെ തനിക്കരികിൽ കിടക്കുന്നവരെ നോക്കി ഒറ്റ ചവിട്ടു വെച്ചു കൊടുത്തു. അയ്യോ അമ്മേ, ഞാൻ കൊക്കയിൽ വീണേ. ശിവ ഉറക്കത്തിൽ വീണപ്പോൾ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് ബെഡ് ലാബ് ഓൺ ചെയ്ത് നിലത്തിടക്കുന്നവന്റെ വയറിൽ കയറിയിരുന്നു. ശിവ നടുഴിഞ്ഞുകൊണ്ട് തന്നെ മേലിരിക്കുന്നവളെ നോക്കി. കുഞ്ഞിമുഖവും കുഞ്ഞിക്കണ്ണും കുഞ്ഞി ചുണ്ടുമാണ് അവൾക്കുള്ളത്. ദേഷ്യം കൊണ്ടാണ് തോന്നുന്നു അതെല്ലാം വലുതാക്കി വെച്ചിരിക്കുന്നു. എന്നാലും ചെറുതന്നെയാണ് അവൾ. മൂക്കിലെ വെള്ളാരെങ്കിലും മൂക്കുത്തി നന്നായി തിളങ്ങുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും തന്റെ മുന്നിൽ മാത്രം നിറക്കുന്ന കണ്ണ്. തനിക്ക് സ്നേഹം വാരിക്കോരി തരുന്ന ഒരു കുറുമ്പി പെണ്ണ്. ഡോ, അവൾ വിളിച്ചതും ശിവ അവളെ കൂർപ്പിച്ച് നോക്കി.
നീ കുരുത്തം കെട്ടവളെ, എന്തിനാണ് നീ എന്നെ ചവിട്ടിട്ടത്? എന്തിനാന്നോ? തനിക്ക് കല്യാണം കഴിക്കണോടാ? അവന്റെ കോളർ പിടിച്ചായിരുന്നു അവൾ ചോദിച്ചു. ഇതിനാണോട് നീ എന്നെ ചവിട്ടി താഴെയിട്ട്? നീ സമ്മതിക്കുകയാണെങ്കിൽ ഒന്നല്ല, എത്ര വേണേലും കെട്ടാം. എന്തേ? കോട്ട് വായിട്ടുകൊണ്ട് ശിവ പറഞ്ഞു. അവന്റെ കർണത്തിനൊരടി വീണു. നീ മൂദേവി, നിനക്കെന്തടി വേണ്ടത്? നിനക്ക് കെട്ടണോടാ? എന്നെ ഇട്ടിട്ട് നിനക്ക് മീരെ കെട്ടണോന്ന്? താരം കഴിച്ച ഞാൻ പോയി മീരെ കെട്ടിയിട്ട് വരാം. അപ്പൊ ഞാൻ കണ്ടല്ല സത്യാണല്ലേ? ഞാൻ താരി ഉരുത്താന്ന് നിങ്ങൾ ആ മീരെ കെട്ടുവല്ലേ? അവൾ ചുണ്ട് പുറത്തേക്കിട്ട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ശിവ അവളെ കണ്ണു വീഴ്ച നോക്കി. ഈ പെണ്ണ് തന്നെ മേലെ ഇരുന്ന് വിതുമ്പുന്നവളെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവ അവളുടെ കുഞ്ഞുമുഖം കൈക്കുള്ളിലാക്കി താഴേക്ക് ചിരിച്ചു. പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന അവളുടെ കീഴ്ചുണ്ടിലാമൻ ആവോളം നുണഞ്ഞു. അവളുടെ കുഞ്ഞിക്കണ്ണുകൾ കൂടുതൽ വികസിച്ചു. ഷർട്ടിൽ പിടിമുറുകി ഒന്ന് നുണഞ്ഞു വലിച്ചുകൊണ്ട് ശിവ അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചു. എനിക്ക് മീരയും വേണ്ട, മറ്റൊരു പെണ്ണും വേണ്ട. എനിക്ക് എൻ്റെ ഈ കുറുമ്പി രുദ്രാക്ഷയെ മാത്രം മതി. ഒലിച്ചിറങ്ങി അവളുടെ കണ്ണീനെ തുടച്ചുകൊണ്ട് ശിവ പറഞ്ഞു. പിന്നെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇനി പറ, എന്തിനാ എൻ്റെ കുറുമ്പി ശിവേട്ടനെ ചവിട്ടിയിട്ടത്? ശിവ ചോദിച്ചതിന് അവൾ ചുണ്ട് വിളർത്തി അവനെ നോക്കി. എന്നിട്ട് അവനെ നെഞ്ചിലേക്ക് കുറച്ചുകൂടി ഒതുങ്ങിക്കൂടി. ഷർട്ടിന്റെ ബട്ടൺസ് പിടിച്ച് തിരിച്ചുകൊണ്ട് അവൾ സ്വപ്നം കണ്ട കാര്യം മുഴുവൻ അവരെ വിവരിച്ചു നൽകി. അത് കേട്ടതും ശിവ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. രുദ്രാക്ഷ അവരെ നോക്കിക്കൊണ്ട് ചുണ്ടുകൂർപ്പിച്ചു. ഇതിനാണോ നീ എന്നെ ചവിട്ടി താഴെയിട്ട്? ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മീരെ കണ്ടതിനാണോ നീ ഇത്രയും വലിയ സ്വപ്നം കണ്ടത്? അതൊന്നുമല്ല. പിന്നെ ശിവേട്ടൻ പറഞ്ഞല്ലോ ഇത് കളിക്കൂട്ടുകാരിയാണെന്ന്. പിന്നെ നിങ്ങളുടെ കല്യാണം കുഞ്ഞുനാളിൽ പറഞ്ഞു വെച്ചാണെന്ന് ചിറ്റമ്മ പറഞ്ഞല്ലോ. പോരായിട്ട് ശിവേട്ടൻ എന്നെ പോലെ ചൊവ്വാദോഷമുള്ള പെണ്ണിനെയല്ലേ കിട്ടിയത്? എൻ്റെ പെണ്ണെ അവളെൻ്റെ കളിക്കൂട്ടുകാരി തന്നെയാണ്. പിന്നെ കുഞ്ഞുനാളിലെല്ലാവരും ചുമ്മാ പറഞ്ഞിടക്കും. എനിക്കും അവൾക്കൊന്നും ഇഷ്ടമില്ല. അവൾ പണ്ട് തൊട്ടേ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. പിന്നെ നിനക്ക് ചൊവ്വാദോഷമൊന്നുമില്ല. നിന്നെ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കാതിരിക്കാൻ ഞാനെന്നാ കണിയാനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. ദുഷ്ടാ. പിന്നെ നിന്റെ ചേട്ടൻ ആ രുദ്രൻ ജോലിയും കൂലിയില്ലാത്ത എനിക്ക് പെണ്ണില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യണം? ആ പന്നച്ചേട്ടൻ്റെ കൂട്ടുകാരനും പെങ്ങളെ കെട്ടിയവനായിരുന്നിട്ടും നിന്നെ പെണ്ണി ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. ശിവേട്ടനപ്പം മീരേച്ചിയെ പ്രണയിച്ചില്ലേ? ഇല്ല, എനിക്ക് കുഞ്ഞുനാൾ മുതൽ പ്രണയത്തോട് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അന്ന് ശിവാനിയുടെ കല്യാണത്തിന് പെണ്ണിനെ കണ്ട് ഇഷ്ടമായി. ഏത് പെണ്ണ്? ഒരു കുറുമ്പി. ആ കട്ടിൽ കിടന്ന് 2 വയസ്സുള്ള കൊച്ചിനെ കണ്ടോ? ആ കൊച്ചിൻ്റെ അമ്മയോട് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം. അവനോട് മൂർത്താവിൽ മുത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനോട് കൂടുതൽ പറ്റിച്ചേർന്നു. അവനവളെ ചേർത്ത് പിടിച്ച്. ഇനിമേലാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഓർത്ത് ഇതുപോലെ സ്വപ്നം കാണാനാണ് ഭാവമെങ്കിൽ തൂക്കിയെടുത്ത് പുറത്തെളിഞ്ഞ കേട്ടോടി കുറുമ്പി. അതിനവളൊന്ന് തലയാട്ടി. ഡേ അതില്ലേ? ഏത്? അത് നിന്റെ കട്ടിൽ ഉറങ്ങുന്നേ ശിവേട്ടനെ പോലൊരു കുറുമ്പനല്ലേ? അതെ. സംശയമുണ്ട് ശിവേട്ടന്? ഇല്ല, എനിക്കൊരാഗ്രഹം. എന്താഗ്രഹം? അതേ, എനിക്ക് നിന്നെ പോലൊരു കുറുമ്പി മോളെ തരുമോ? ശിവ ചോദിച്ചു. ആ പെണ്ണിൻ്റെ മുഖം ചുവന്നു. നാണത്തോടെ ഒരു മൂളലിൽ മറുപടി ഒതുക്കി അവൾ അവൻ്റെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി. അടുത്ത നിമിഷം അവൻ അവളെയും കൊണ്ട് മറഞ്ഞു. അതിരങ്ങളെ സ്വന്തമാക്കി ആവേശത്തോടെ നുണഞ്ഞു. അവളുടെ കണ്ണ് കൂമ്പിയടയുമ്പോൾ അവൻ ആ തളർച്ചയിലും ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ കാമവും പ്രണയവും സ്നേഹവും വാത്സല്യവും എല്ലാം ആ നിമിഷം ആ പെണ്ണ് അറിയുകയായിരുന്നു. ഒരു തളർച്ചയോടെ അവളുടെ മാറിലേക്ക് അവൻ മുഖം ചേർത്ത് കിടക്കുമ്പോൾ അവളുടെ വിരലുകൾ തൻ്റെ പ്രാണനാഥന്റെ മുടിയിലൂടെ ഒരു ചെറുനാണത്തിൽ ചാലിച്ച ചിരിയോടെ ഓടിച്ചു. അവരുടെ സ്നേഹത്തിന്റെ ഒരു അംശമാവാൻ ആകാശത്തിൽ ഒരു ചെറുനക്ഷത്രം മാർത്തിയോടെ അവരുടെ പ്രണയം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.